BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Today is my day. Pollywoodil Silks, Kottayam, Thrissur, Thodupuzha, Kollam. K. Purushothaman and Sons, Golden Jewelry, Telephone Exchange Junction, Thodupuzha. Parayanjalil Jewelers, Jyoti Bazaar, Thodupuzha. Phone 222401. Desire, Colorical Bazaar, near Private Bus Stand, Thodupuzha. Spendex Industries Designer Tiles near Kaniyamuri Bridge, Kanjiramattam, Thodupuzha. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. Royal, the complete family shopping, near Private Bus Stand, Thodupuzha. Hedge Wealth Management Services. കഴിഞ്ഞ കാറ്റിനും മഴയ്ക്കും മൊത്തം നഷ്ടമായി വീട്. അത് നന്നാക്കാൻ വേണ്ടിയാ ഞാൻ ഈസി ലോൺ എടുത്തത്. എത്ര പെട്ടെന്നാ ലോൺ കിട്ടിയെന്നറിയാമോ? ഇതാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിതാ ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. 23 വർഷത്തെ സെയിൽസ് ആൻഡ് സർവീസ് തുടർന്നുകൊണ്ട് ഫ്രീസിംഗ് പോയിന്റ്, സിഗ്നൽ ജംഗ്ഷൻ, വെങ്ങല്ലൂർ, തൊടുപുഴ. AC അതിന്റെ വിദഗ്ധരിൽ നിന്ന്. 200 രൂപയുടെ മഹാമേള, ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. KG's Jewelry, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. 68 years of service. വിശ്വസ്തത, മിതമായ വില. സിയോൺ ഫർണിച്ചേഴ്സ്, മൂവാറ്റുപുഴ റോഡ്, ഇടയ്ക്കാട്ടുകയറ്റം, തൊടുപുഴ. ഫോൺ 9747795519. Malabar Gold and Diamonds. Celebrate the beauty of life. ആരേ ഗായത്രി? ഗായത്രി തൊടുപുഴയില. Designing in the Proudy, Gayatri Designs. Materials, sarees, designing, stitching. Ladies ranges in all categories. Gayatri Designs, Thodupuzha. വിവിധ നിലകളിലായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വിശാലമായ ഷോറൂമിൽ നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ വീടുകൾ അലങ്കരിക്കുവാനുള്ള ഫ്ലവേഴ്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, നിലവിളക്കുകൾ തുടങ്ങിയവയുടെ ആകർഷകമായ ശേഖരം. പട്ടരുമടം സ്റ്റീൽ ഹൗസിന്റെ പുതിയ സംരംഭം പട്ടരുമടം ബി മാർട്ട്, അമ്പലം ബൈപ്പാസ് റോഡ്, തൊടുപുഴ. ഓപ്പോ എക്സ്ക്ലൂസീവ് ഷോറൂം, ഓപ്പോസിറ്റ് റെസ്റ്റ് ഹൗസ്, മൂവാറ്റുപുഴ റോഡ്, തൊടുപുഴ. നിങ്ങളുടെ മനസ്സിനനുയോജ്യമായ ഫർണിച്ചറുകൾ തിരഞ്ഞെടുക്കാവുന്ന അപൂർവം ഫർണിച്ചർ കടകളിലൊന്നാണ് റോയൽ ഫർണിച്ചർ മടക്കത്താനം. ഫോൺ 9544772025, 9747929290. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി ഹോട്ടൽ മാനേജ്മെന്റ് പഠന മേഖലയിൽ സജീവ സാന്നിധ്യമായ ബ്രൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവിധ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബ്രൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓപ്പോസിറ്റ് ശ്രീകൃഷ്ണ ടെമ്പിൾ, തൊടുപുഴ. അരുണാപുരം, പാല. PP ജോസ് റോഡ്, ചങ്ങനാശ്ശേരി. ഷീ സ്റ്റൈൽ, ദ കംപ്ലീറ്റ് ലേഡീസ് ഫാഷൻ ബ്ലോക്ക്. ഫോൺ 04862228751. ഗുരുനാരായണ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, പടിഞ്ഞാറേക്കോടിക്കുളം, തൊടുപുഴ. ഫോൺ 9947177344. മികച്ച വിളവിനും അധിക ലാഭത്തിനും മൾട്ടി റൂട്ട് ജാതികൾ കൃഷി ചെയ്യുക. ചെറുകുന്നിൽ നഴ്സറി, KCB സബ്സ്റ്റേഷൻ സമീപം, NH റോഡ്, ചാറ്റുപാറ, അടിമാലി. വളർന്നു വരട്ടെ ഒരു മൾട്ടി റൂട്ട് സംസ്കാരം. വിശ്വാസം, പൂർണ്ണത, സംതൃപ്തി. ലവ് കിഡ്സ്, ജസ്റ്റ് ബി കിഡ്സ്. നെല്ലിവേലിൽ കർട്ടൻ ആൻഡ് ഫർണിഷിംഗ്, മുണ്ടമറ്റം പമ്പിന് സമീപം, മൂവാറ്റുപുഴ റോഡ്, തൊടുപുഴ. ഫോൺ 9961055419. നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KSUവിന്റെ നേതൃത്വത്തിൽ KSRTC സ്റ്റേഷൻ മാസ്റ്ററി ഉപരോധിച്ചു. തൊടുപുഴ KSRTC സ്റ്റേഷൻ മാസ്റ്ററിയാണ് ഉപരോധിച്ചത്. ആർദ്ര കേരളം ഹെൽപ്പ് സെന്റർ പ്രവർത്തനം തുടങ്ങി. തൊടുപുഴ പ്രതീക്ഷ ഭവൻ സ്പെഷ്യൽ സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ച ഹെൽപ്പ് സെന്ററിന്റെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു.
വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളതെന്ന് കാണിച്ച് റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മാത്യു കുഴൽനാടൻ നൽകിയ പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ നടപടി. ഓപ്പറേഷൻ ഒളിമ്പിയ പദ്ധതിയുടെ സെലക്ഷനും സംസ്ഥാന മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പും ഇടുക്കി ജില്ലയിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ നഗരസഭ മുൻ കൗൺസിലർ റോളി സെബാസ്റ്റ്യന്റെ അപകടത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്ന് BJP വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. Today is my day. Polywootel Silks, കോട്ടയം, തൃശൂർ, തൊടുപുഴ, കൊല്ലം. വാർത്തകൾ വിശദമായി. KSUവിന്റെ നേതൃത്വത്തിൽ KSRTC സ്റ്റേഷൻ മാസ്റ്ററെ ഉപരോധിച്ചു. തൊടുപുഴ KSRTC സ്റ്റേഷൻ മാസ്റ്ററെയാണ് ഉപരോധിച്ചത്. പാരലൽ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള യാത്രാ ഇളവ് റദ്ദാക്കിയ സർക്കാർ നടപടിക്കെതിരെയാണ് KSUവിന്റെ പ്രതിഷേധം. ടോണി തോമസ്, മാത്യു കെ ജോൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധ സമരം. വയനാട് ജില്ലയിലും ഇടുക്കി ജില്ലയിലുമാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾ. അവർക്ക് കൺസെഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. KSRTCയിൽ കൺസെഷൻ ഇല്ലാതെ ഞങ്ങൾ മുന്നോട്ട് എങ്ങനെ പോകും? നിങ്ങളിവിടെ KSRTCയുടെ ഡിപ്പോ ഇവിടെ ലേലം വിളിച്ചു കൊടുത്തപ്പോൾ നിങ്ങൾ KSRTC ഇഷ്ടമുള്ള പൈസ 30 ലക്ഷം, ഈ 100 സ്ക്വയർ ഫീറ്റ് ഇത്ര രൂപ ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സമരമായിട്ട് വന്നപ്പോൾ അത് KSRTCയുടെ ഇഷ്ടം പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരുന്നത്. ഞങ്ങൾക്ക് ഇവിടെ കൺസെഷൻ വേണം. സാർ ഇവിടെ മൗനം വീക്ഷിക്കുന്നത് നല്ലതല്ല. സാർ ഇതിന്റെ കൃത്യമായ മറുപടി ഞങ്ങൾക്ക് തരണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. ആർദ്ര കേരളം ഹെൽപ്പ് സെന്റർ പ്രവർത്തനം തുടങ്ങി. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വഴികാട്ടുന്നതിനായി ഇടുക്കി ജില്ലയിൽ ഹെൽപ്പ് സെന്റർ പ്രവർത്തനം തുടങ്ങി. തൊടുപുഴ പ്രതീക്ഷ ഭവൻ സ്പെഷ്യൽ സ്കൂളിലാണ് ഹെൽപ്പ് സെന്റർ. PJ ജോസഫ് MLA ഹെൽപ്പ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിയുള്ള കുട്ടികളെ മുഖ്യധാരയിൽ എത്തിക്കുവാൻ ഒരുമിച്ച് പ്രയത്നിക്കണമെന്ന് PJ ജോസഫ് പറഞ്ഞു. പറയാം. അതുപോലെ മറ്റ് കാഴ്ച ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം കവർ ചെയ്യുന്ന ഒട്ടേറെ പദ്ധതികൾ ഇപ്പോൾ ഗവൺമെന്റ് വിദ്യാഭ്യാസത്തിനും പരിചരണത്തിനുമൊക്കെയായി 20 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അതിൽ 10 കോടി രൂപ സന്നദ്ധ സംഘടനകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രംഗത്ത് ഉള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം സഹായങ്ങളുണ്ട്, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എന്തുമാത്രമുണ്ട്, ഇതെല്ലാം തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയും. അതുകൊണ്ട് ഒരു സഹായ കേന്ദ്രം വളരെ ഫലപ്രദമാകുമെന്നുള്ള കാര്യങ്ങൾ സംശയമില്ല. എല്ലാവിധമായ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഈ സഹായ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിയുള്ള കുട്ടികളെ അകറ്റി നിർത്തുന്നതിന് പകരം സമൂഹത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയണമെന്ന് ചടങ്ങിൽ അധ്യക്ഷതയായിരുന്ന
തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സഫിയ ജബ്ബാർ പറഞ്ഞു. അവർക്കൊരു സംഘടനാ തലത്തിൽ അല്ലെങ്കിൽ അവരുടെ ഫണ്ടുകൾ അപര്യാപ്തമാകുന്നതുകൊണ്ട് നഗരസഭ നമുക്ക് മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്ക് സ്കോളർഷിപ്പ് അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം നമ്മുടെ പദ്ധതിയിൽ വെച്ച് 5 ലക്ഷം വെച്ചിരുന്നു. അത് ഓട്ടിസം സെർബൽ പാസിക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വെച്ചിരുന്നത്. നമുക്ക് സർക്കാരിൽ നിന്നൊരു അനുമതി കിട്ടിയില്ല. പക്ഷേ ഇനി കിട്ടും. കാരണം സർക്കാർ മാത്രം പദ്ധതികളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വയ്ക്കുന്ന പദ്ധതികൾ ഇവരുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രം ഇവിടെ നന്മയ്ക്കാണെന്ന് കരുതിക്കൊണ്ട് അവർ അനുവാദം തരും. പ്രതീക്ഷ ഭവൻ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് സിസ്റ്റർ എൽസ പൂനാട്ട്, പ്രതീക്ഷ ഭവൻ സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സാരി ജോൺ, മലയാള മനോരമ ചീഫ് സബ് എഡിറ്റർ സുൽഫിക്കർ, നഗരസഭാ കൌൺസിലർ ജെസി ആന്റണി എന്നിവർ പ്രസംഗിച്ചു. വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളതെന്ന് കാണിച്ച് റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കോതമംഗലം ഇടുക്കി മേഖലയിൽ വന്യജീവി ആക്രമണങ്ങളുടെ ഇരയായവർ ചേർന്ന് രൂപീകരിച്ച വന്യജന സംരക്ഷണ സമിതിയാണ് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. വന്യജീവികളുടെ ആക്രമണം മൂലം വനയോര മേഖലയിലെ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവും കർഷക വിഷയങ്ങളിൽ നിയമപോരാട്ടം നടത്തുന്ന ഡോക്ടർ മാത്യു കുഴൽനാടൻ സമർപ്പിച്ച ഹർജിയിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേരള സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. വനയോര മേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് നേരെ അടിക്കടി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിക്കാൻ തീരുമാനിച്ചത്. ഈ അടുത്ത കാലത്ത് കോതമംഗലത്തിനടുത്ത് ഒരു സാധാരണ കർഷകനെ വൈകുന്നേരം വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ കാട്ടാന വന്ന് ചവിട്ടിക്കൊല്ലുന്ന സ്ഥിതിയുണ്ടായി. അപ്പോൾ ആ ഡെഡ് ബോഡിയുമായി ഫോറസ്റ്റ് ഓഫീസിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ മാർച്ച് ചെയ്യുകയും ഡെഡ് ബോഡി ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ വെക്കുകയും കാലങ്ങളായി ജനങ്ങൾ ആവശ്യപ്പെട്ടു വരുന്ന യാതൊരു നടപടികളും കാട്ടാനയുടെ അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെയും ആക്രമണത്തിൽ നിന്നും നാട്ടുകാരെ രക്ഷിക്കാൻ വേണ്ട ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നടത്തിയ ഒരു പ്രക്ഷോഭം. ആ പ്രക്ഷോഭത്തിൽ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. സമാനമായ സംഭവങ്ങൾ ഇടുക്കിയിലെ വിവിധ പ്രദേശങ്ങളിലും ഇപ്പോൾ ഇന്നലെ തന്നെ ശാന്തമ്പാറ രാജകുമാരി പഞ്ചായത്തുകളിലുമൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ ഈ വന്യജീവികളുടെ പ്രത്യേകിച്ച് കാട്ടാനയുടെ ശല്യം അതിവ്യാപകമായി കൊണ്ടിരിക്കുന്ന സമയത്താണ് വനജന സംരക്ഷണ സമിതി എന്ന പേരിൽ രൂപീകരിച്ച ഒരു ജനകീയ കൂട്ടായ്മ യുടെ നേതൃത്വത്തിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ കേസ് കൊടുക്കാനിടയായത്. മനുഷ്യാവകാശ കമ്മീഷൻ കേസ് ഫയലിൽ സ്വീകരിച്ച് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിനോടും ഇതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 26-ാം തീയതിക്കകത്ത് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വനയോര മേഖലയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകളോട്, സാധാരണക്കാരോട്, തൊഴിലാളികളോട്, പ്രത്യേകിച്ച് കർഷകരോട് ഗവൺമെന്റിന്റെ വളരെ നിരുത്തരവാദിത്തമായ ഒരു സമീപനമാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അങ്ങേയറ്റം വേദനാജനകമായ, ദുരിതപൂർണമായ ഈ വിഷയത്തിന് പരിഹാരം തേടിയാണ് ഞങ്ങൾ നിയമപോരാട്ടവുമായി മുന്നോട്ട് പോകുന്നത്. നിയമപോരാട്ടം മാത്രമല്ല, ഇത് ജനങ്ങളെ സംഘടിപ്പിച്ച് ജനങ്ങളെ ഇതിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി ഒരു ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നതിനെക്കുറിച്ച് കൂടിയാലോചന നടന്നു വരികയാണ്. തീർച്ചയായിട്ടും ഇത് ഈ അർഹിക്കുന്ന ഗൗരവത്തിൽ സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്താനും അധികാരികളെ കൊണ്ട് ഇതിന് വേണ്ട നടപടികൾ എടുക്കാനും വേണ്ട ക്രിയാത്മക ഇടപെടലുകളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. തൊടുപുഴ നഗരസഭ മുൻ കൌൺസിലർ റോളി സെബാസ്റ്റ്യന്റെ അപകടത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്ന് BJP വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് തൊടുപുഴ വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസിൽ വെച്ച് റോളിയെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹം ഇപ്പോൾ തൊടുപുഴ ചാഴികാട്ട് ആശുപത്രി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ തനിയെ ഉരുണ്ടുവന്ന് റോഡിൽ സഞ്ചരിച്ചിരുന്ന 2 വീലറിൽ തട്ടിയാണ് അപകടമുണ്ടായതെന്ന് പറയപ്പെടുന്നു. എന്നാൽ ശരീരത്തിലുള്ള മുറിവുകളും പൊട്ടലുകളും ആഴത്തിലുള്ളതായതിനാൽ പൊതുജനങ്ങളിൽ സംശയം ജനിപ്പിക്കുന്നു. അതിനാൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് BJPയുടെ ആവശ്യം. വാർത്താ സമ്മേളനത്തിൽ BJP നേതാക്കളായ പത്മകുമാർ, അരവിന്ദാക്ഷൻ പിള്ള, സിജിമോൻ, അനു രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഏകദേശം 11 മണിയോടുകൂടി നമ്മുടെ മുൻ കൗൺസിലർ ശ്രീ റോളി സെബാസ്റ്റ്യന് ഒരു അപകടം ഉണ്ടാവുകയും അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ തൊടുപുഴ ചാഴികാട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റുമാണ്. അപ്പോൾ റോളിയുടെ അപകടത്തിൽ ആ പ്രദേശവാസികൾക്കും അതേപോലെ തന്നെ തൊടുപുഴയിലെ മുഴുവൻ ആളുകൾക്കും അപകടത്തിൽ സംശയമുണ്ട്. അപ്പോൾ ആ സംശയത്തിന് ബലം നൽകുന്ന ചില കാരണങ്ങൾ ആ പ്രദേശത്തുണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് അതിൻ്റെ സമീപവാസിയായ ശ്രീ അനു രാധാകൃഷ്ണൻ ഏകദേശം 12 മണിയോട് ഒരു 12-15 ഇടയ്ക്കാണ് അപകടം ഉണ്ടാകുന്നത്. ഒരു ഓട്ടോ സൈഡിൽ നിർത്തിയിട്ടിരുന്ന വണ്ടി ന്യൂട്രായി സ്കൂട്ടറിൽ ഇടിച്ച് സ്കൂട്ടർ മറിഞ്ഞ്
ആണ് അപകടം ഉണ്ടായിരിക്കുന്നതാണ് പൊതുവെ ധാരണ. പക്ഷെ അങ്ങനെ ഒരു അപകടം ഉണ്ടായാൽ പറ്റുന്ന പരിക്കുകളല്ല റോളിച്ചേട്ടൻ ഉണ്ടായിട്ടുണ്ട്. മാരകമായ പരിക്കുകൾ. കാരണം തലയോട് 5 തലയോട് ശരിക്കും പൊട്ടി വിരിഞ്ഞിട്ടുണ്ട്. 5 പൊട്ടലുകളാണ് തലയോടിൽ ഉണ്ടായിട്ടുള്ളത്. 10 ഫ്രാക്ചറുകളോ നമ്മുടെ ഓർഗൻ ഇന്റേണലായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. തോളല് പൊട്ടിയിട്ടുണ്ട്. ഇത്രയും ഒരു അപകടം ഒരു ഓട്ടോറിക്ഷ ഇടിച്ചാൽ, മോട്ടറായി തന്നെ ഇടിച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങളല്ല ഉണ്ടായിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന് 3 ദിവസമായിട്ട് വെന്റിലേറ്ററിലായിരുന്നു. ചെറുതായ ഒരു റെസ്പോൺസ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ. ആ സമയത്ത് ഈ ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് അത്രയും സമയം അവിടെ അദ്ദേഹം ഒരു 10 മിനിറ്റോളം റോഡിൽ കമന്ന് കിടക്കുകയാണ്. ആരും അറിഞ്ഞില്ല. ഒരു 10 മിനിറ്റ് ശേഷമാണ് ആ റോഡിൽ അദ്ദേഹം ഉണ്ടെന്നറിഞ്ഞ് വണ്ടിയിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചത്. നെടുമറ്റം ഗവൺമെന്റ് യു പി സ്കൂൾ ജൈവ വൈവിധ്യ വിദ്യാലയ പ്രഖ്യാപനവും മാതൃഭൂമി സീഡ് ജില്ലാതല പ്രവർത്തനോദ്ഘാടനവും ദേവികുളം സബ് കളക്ടർ ഡോക്ടർ ശ്രീരാം വെങ്കിട്ടരാമൻ IAS നിർവഹിച്ചു. ഇടുക്കി ഡയറ്റിന്റെ പരിസ്ഥിതി പരീക്ഷണശാല പദ്ധതിയിലൂടെ നിരവധി സസ്യയിനങ്ങൾ കഴിഞ്ഞ 3 വർഷങ്ങളിലായി വിദ്യാലയം നട്ടുപരിപാലിച്ചു വരുന്നു. ശലഭോദ്യാനം, മഴമറയിലെ ജൈവകൃഷി, 8 സെന്റിൽ ഒരു ചെറു വനമൊരുക്കൽ, ബയോഗ്യാസ് പ്ലാന്റ്, മഴവെള്ള സംഭരണി നിർമ്മാണം തുടങ്ങിയവയും വിദ്യാലയം ഏറ്റെടുത്തിരുന്നു. SSA പദ്ധതിയിൽ ഉൾപ്പെടുത്തി നക്ഷത്രവനവും ആവാസ വ്യവസ്ഥയുടെ അടിസ്ഥാന രൂപമായ കുളത്തിന്റെ നിർമ്മാണവും പൂർത്തിയാക്കിക്കൊണ്ടാണ് ജൈവ വൈവിധ്യ വിദ്യാലയം എന്ന സങ്കല്പത്തിന് രൂപമേകിയത്. കുട്ടികൾക്കൊപ്പം പൂവളത്തെ നട്ടുകൊണ്ടാണ് ഡോക്ടർ ശ്രീരാം വെങ്കിട്ടരാമൻ IAS ജൈവ വൈവിധ്യ വിദ്യാലയ പ്രഖ്യാപനം നടത്തിയത്. പരിസ്ഥിതി ദിനാഘോഷം ഉദ്ദേശിക്കുന്നത് മരങ്ങളെന്നല്ലോ, മരം നടുന്നതിലൂടെ കുട്ടിയുടെ മനസ്സിൽ പരിസ്ഥിതി ബോധം ഉണർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അങ്ങനെ ഒരു ഉദ്ദേശത്തോടെയാണെങ്കിൽ ആ വ്യക്തിയുടെ ചെടിക്ക് ആ കുട്ടി ഉത്തരവാദിത്തം. എല്ലാ വർഷവും മരം നടുന്നതിനർത്ഥമില്ല. അടുത്ത വർഷങ്ങളിൽ വരുമ്പോൾ ഓരോരുത്തരുടെയും മരം എന്തായി, ഓരോ സ്കൂളിലും കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ വെച്ച് എത്ര മരം ഇന്ന് സർവേ ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു മത്സരം നടത്തുന്നുണ്ട്. നിങ്ങൾ ഓരോ സ്കൂളിലും മോണിറ്റർ ചെയ്യും, അല്ലെങ്കിൽ ടീച്ചർമാരെ മോണിറ്റർ ചെയ്യും. ഓരോ കുട്ടികൾക്കും നിങ്ങൾ സ്കൂളിൽ പ്രൈസ് കൊടുക്കും ഏറ്റവും നന്നായി മരത്തെ പരിചരിക്കുന്ന കുട്ടിക്ക്. അങ്ങനെയാണ് പരിസ്ഥിതി ബോധം പ്രോത്സാഹിപ്പിക്കേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു 5 വർഷം കഴിയുമ്പോൾ പുതിയതായിട്ട് ഒരു തൈ നടേണ്ടി വരില്ല. നമുക്ക് പരിസ്ഥിതി ദിനം എല്ലാ ദിവസവും പരിസ്ഥിതി ദിനമായി മാറ്റാം. അതായിരിക്കണം ഏതൊരു ആഘോഷത്തിന്റെ ലക്ഷ്യം. നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേക്ക്, റിപ്പബ്ലിക് ഡേക്ക് ഒക്കെ പറയുന്ന കാര്യമാണ്. ഇത് ഈ ഒരു ദിവസത്തേക്ക് ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല. എല്ലാ ദിവസവും പെട്രിയോട്ടിസം ഉണ്ടാവണം, എല്ലാ ദിവസവും ദേശഭക്തി മനസ്സിലുണ്ടാവണം എന്ന് നമ്മൾ പറയുന്നു. അടുത്ത ഇൻഡിപെൻഡൻസ് ഡേക്ക് വീണ്ടും എന്ന് പറയുന്നു. എല്ലാ ഒക്ടോബർ 2-ാം തീയതി ഗാന്ധിജിയെ നമ്മൾ ഓർക്കുന്നു. അതിന്റെ അടുത്ത ഒക്ടോബർ 2-ാം തീയതി വീണ്ടും ഓർക്കുന്നു. അതിന്റെ ഇടയ്ക്കുള്ള 364 ദിവസവും ഗാന്ധി ആരാണ് നടത്തുന്നത് എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് പരിസ്ഥിതി എത്തരുത്. ഈ ഒരു ചെറിയ കാര്യം ഞാൻ വണ്ടിയിൽ വന്നുകൊണ്ട് ആലോചിക്കുകയാണ്. മാതൃഭൂമിയുടെ ജെം ഓഫ് ദി സീഡ് അവാർഡ് നേടിയ ജെ റിച്ചാർഡ് സ്കൂൾ വളപ്പിൽ നാട്ടുമാവിൻ തൈ നട്ടു. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി മഴക്കുഴി നിർമ്മാണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ആന്റണി നിർവഹിച്ചു. കാളിയാർ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ AM ഷിബു കുട്ടികൾക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. സ്കൂൾ നഴ്സറിയിൽ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറി തൈകളുടെ വിതരണം ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ PG ഉഷ കുമാരി നിർവഹിച്ചു. പുതിയതായി നിർമ്മിച്ച കുളത്തിൽ മാതൃഭൂമി കോട്ടയം യൂണിറ്റ് മാനേജർ T സുരേഷ് ആമ്പൽത്തൈ നട്ടു. ഫെഡറൽ ബാങ്ക് റീജിയണൽ ഹെഡ് ജോർജ് ജോസഫ് വൃക്ഷത്തൈ നട്ടു. ഇടുക്കി ഡയറ്റ് സീനിയർ ലെക്ചർ VK സാനു മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് വർഗീസ് തോമസ്, മാതൃഭൂമി സെയിൽസ് ഓർഗനൈസർ ഷാജൻ KA, ഹെഡ് മാസ്റ്റർ VP പുരുഷോത്തമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഓപ്പറേഷൻ ഒളിമ്പിയ പദ്ധതിയുടെ സെലക്ഷനും സംസ്ഥാന മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പും ഇടുക്കി ജില്ലയിൽ വെച്ച് നടത്തുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ഓപ്പറേഷൻ ഒളിമ്പിയ 2020, 2024, 2028 സൈക്ലിസ്റ്റുകളുടെ സെലക്ഷൻ ട്രയൽസ് ജൂൺ 15 രാവിലെ 8 മണിക്ക് കട്ടപ്പന സെന്റ് ജോർജ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കും. അപ്പോൾ പരമാവധി കുട്ടികളുടെ ഒരു പങ്കാളിത്തം, ഏറ്റവും മികച്ച ശേഷിയുള്ള കുട്ടികളെ നമ്മൾ കായിക രംഗത്തേക്ക് കൊണ്ടുവരിക, അവർക്ക് ആവശ്യമായ എല്ലാ പരിശീലനവും ഗവൺമെൻറ് തലത്തിൽ നിർവഹിച്ച് കൊടുത്തുകൊണ്ട് അവരെ ഉന്നതിയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനു മുമ്പ് ഇവിടെ നിന്നുള്ള അലൻ ബേബി, ഉടമന്നൂരിലെ ഏറ്റവും പിന്നോക്ക മേഖലയായ ഉടമന്നൂർ പഞ്ചായത്തിലെ കൈതപ്പാറ എന്നൊരു കുട്ടിയാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ വരിക. അദ്ദേഹത്തെ 17 വയസ്സായപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് അവരെടുത്തു, ട്രെയിനിങ് കൊടുത്തു. 18 വയസ്സായപ്പോൾ ജോലിയും കൊടുത്തു. മികച്ച ഒരു പയ്യന്. അതോടൊപ്പം തന്നെ ക്രിസിയ വർഗീസിന് ഇപ്പോൾ ജോലിയായിട്ടുണ്ട്. മഹിത മോഹൻ കഴിഞ്ഞ ദേശീയ മത്സരത്തിൽ 4 സ്വർണവും 2 വെള്ളിയും നേടിയതാണ്. മഹിത മണക്കാടുകാരിയായ മഹിതയ്ക്ക് അവർക്കും ജോലിയുണ്ട്. അപ്പം നമുക്ക് ജോലിക്ക് സാധ്യതയുണ്ട്. പഠനത്തിന് പോയാൽ ഏത് കോഴ്സിന് പോയാലും അഡ്മിഷൻ ഉറപ്പായിട്ട് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ജീവിതം സുരക്ഷിതമാകുന്നതിന് സ്പോർട്സ് അവരെ സഹായിക്കുന്നുണ്ട്. നല്ല ആരോഗ്യത്തോടെ പോകുന്നതിനുള്ള സൗകര്യമുണ്ട്.
2001-നും 2005-നും മധ്യ ജനിച്ച ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ ടാലന്റ് ഫണ്ട് എഫിഷ്യൻസി ടെസ്റ്റിൽ പങ്കെടുക്കാം. താൽപ്പര്യമുള്ളവർ അപേക്ഷാ ഫോറം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, സ്പോർട്സ് യൂണിഫോം എന്നിവയുമായി രാവിലെ 8 മണിക്ക് കട്ടപ്പന സെന്റ് ജോർജ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ എത്തിച്ചേരണം. സംസ്ഥാന മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ജൂലൈ അവസാന വാരം വണ്ണൻമേട് പഞ്ചായത്തിലെ ചേറ്റുകുഴിയിൽ വെച്ചാണ് നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു മുന്നോടിയായി ജില്ലാ ചാമ്പ്യൻഷിപ്പും നടത്തുന്നുണ്ട്. കഴിഞ്ഞ 2 മാസക്കാലമായി പരിശീലന പരിപാടികൾ തൊടുപുഴയിലും ചേറ്റുകുഴിയിലും നടന്നുവരികയാണ്. സംസ്ഥാന സൈക്ലിംഗ് കോച്ച് മെബിൻ ബിനോയും അന്തർദേശീയ സൈക്ലിംഗ് താരം കെസിയ വർഗീസും ദേശീയ സൈക്ലിംഗ് താരം ആതിര മോഹനും പരിശീലനത്തിന് നേതൃത്വം നൽകുന്നു. താൽപ്പര്യമുള്ളവർ 9890879992 9539011550 9447753482 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. വാർത്താ സമ്മേളനത്തിൽ കേരള സൈക്ലിംഗ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ എൻ രവീന്ദ്രൻ, ഷെൽബിൻ ജോസ്, AP മുഹമ്മദ് ബഷീർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ നഗരസഭ 21-ാം വാർഡിലെ 117-ാം നമ്പർ അംഗൻവാടിയിൽ പ്രവേശനോത്സവം നടന്നു. വാർഡ് മെമ്പർ PS ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം 117-ാം നമ്പർ അംഗൻവാടിയിലെ സൗകര്യങ്ങൾ പരിമിതമാണ്. ഈ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ കൂടുതൽ കുഞ്ഞുങ്ങളെ അംഗൻവാടിയിലേക്ക് ആകർഷിക്കുവാനും അവരെ കൂടുതൽ ചേർക്കുന്നതിനുമുള്ള പ്രോത്സാഹനം നൽകുന്നതിനും ഇവിടുത്തെ ടീച്ചർ വളരെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഏതായാലും ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പരമാവധി അംഗൻവാടി ഉയർത്തുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടാകും. ആരോഗ്യസത്യമാണെന്ന് പറയുന്നത് ഈ പ്രവേശനോത്സവം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അംഗൻവാടി ടീച്ചർ MK ഓമന, അനിതാകുമാരി, ലതികാമ്മ, രാധാമണി പ്രഭാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സിവിൽ സർവീസ് പരീക്ഷയിൽ 248-ാം റാങ്ക് നേടിയ അർജുൻ പാണ്ഡിന് ലയൺസ് ക്ലബ്ബ് ഓഫ് തൊടുപുഴ ടൗണിന്റെയും സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ മീഡിയ ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ ജൂൺ 8-ന് സ്വീകരണം നൽകും. വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് സ്കൂൾ ഹാളിൽ ചേരുന്ന യോഗത്തിൽ മാനേജർ ഫാദർ ജിയോ തടിക്കാട്ട്, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് മഠത്തിൽ, ജെയിംസ് ടി മാളിയേക്കൽ, ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ലിസ, മീഡിയ ക്ലബ്ബ് കോർഡിനേറ്റർ തോമസ് ജോസഫ് തുടങ്ങിയവർ പ്രസംഗിക്കും. പട്ടയം ബാങ്കിൽ പണയം വെച്ച് ലോൺ എടുത്ത തുക തിരിച്ചടച്ചിട്ടും ദേവികുളം താലൂക്ക് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ സൊസൈറ്റി യഥാർത്ഥ പട്ടയം തിരിച്ചു നൽകുന്നില്ലെന്ന പരാതി. ഇടപ്പള്ളി നോർത്ത് പീച്ചിങ്ങപ്പറവ് വനജ കേശവനാണ് പരാതിക്കാരി. 2017 മാർച്ച് മാസം 21-ാം തീയതി പട്ടയവും ബന്ധപ്പെട്ട രേഖകളും തിരികെ നൽകുന്നതിന് പരാതിയുള്ളവർ അറിയിക്കണമെന്ന് ബാങ്ക് ആവശ്യപ്പെട്ടിട്ടും ആരും ഇതുവരെ പരാതിയുമായി എത്തിയിട്ടില്ല. എന്നിട്ടും തന്റെ പട്ടയം തിരിച്ചു തരാത്തത് ബാങ്കിലെ ബോർഡംഗത്തിന്റെ ഇടപെടൽ കൊണ്ടാണെന്നും ഇയാളുടെ നേതൃത്വത്തിൽ തന്റെ സ്ഥലം കയ്യേറി 3 കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും വനജ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ആ സ്ഥലത്തിൽ 1 ഏക്കർ സ്ഥലം അച്ഛൻ ജീവിച്ചിരിക്കാതെ വിട്ടുപോയിട്ടുള്ളതാണ്. ആ സ്ഥലം 1 ഏക്കർ 66 സെന്റ് സ്ഥലം ബാങ്കിൽ പണയം വെച്ച് ഇരിക്കുകയാണ്. ലോൺ ഞാൻ അടച്ച് 17 വർഷമായി. ബാങ്കിൽ നിന്ന് എൻ്റെ റെക്കോർഡ് തിരിച്ചു തരുന്നില്ല. അതിൽ കമ്മിറ്റി അംഗത്തിലുണ്ടായിരുന്ന MR മോഹൻ എന്ന് പറഞ്ഞ ആളാണ് ബാങ്കിലുണ്ടായതാണ്. അയാളും ബാങ്കുകാരും ഒത്തുകൊണ്ടാണ് ഈ സ്ഥലം കയ്യേറി വെച്ചിരിക്കുന്നത്. എൻ്റെ സഹോദരനെ ഒപ്പിടാൻ ബാങ്കിൽ വരാൻ സമ്മതിക്കുന്നില്ല. സഹോദരൻ വന്ന് ഒപ്പിടുന്നുമില്ല. ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമാണ് ഇത് അവകാശമുള്ളത്. ഗസറ്റിൽ ഞാൻ പരസ്യം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും അവകാശപ്പെട്ട സ്ഥലമാണ്. ഞാനിപ്പോൾ ഒരു സുഖമില്ലാതെ ഇരിക്കുന്നതാണ്. എനിക്ക് സ്വന്തമായിട്ട് വീടില്ല, സ്ഥലമില്ല, മക്കളില്ല, ഭർത്താവുണ്ട്, പ്രായമായതാണ്. എന്റെ ഒരു കിഡ്നി ഇപ്പം മാറ്റി വെക്കണമെങ്കിൽ 37 ലക്ഷം രൂപ വേണം. എനിക്ക് നടക്കാനും പറ്റില്ല. സുഖമില്ലാതിരിക്കുന്നയാള് ബാങ്ക് കഴിഞ്ഞിട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഒരു കട തിരിച്ചു തന്നില്ല. ഈ സ്ഥലത്തിന് 3 ബിൽഡിംഗ് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അനുവാദമൊന്നുമില്ല. അത് രജിസ്റ്ററൊന്നും നടന്നിട്ടില്ല. ഈ സ്ഥലം എന്റെ അച്ഛൻ എന്നെ ചെറുപ്പത്തിൽ ഇട്ടെറിഞ്ഞിട്ട് പോയ ആളാണ്. ഞങ്ങളിപ്പോ 2 മക്കൾ മാത്രമേ ഉള്ളൂ. എന്റെ സഹോദരൻ എടുത്ത് വരികയില്ല. ബാങ്കിൽ വന്നാലും ഒപ്പിടുകയില്ല. കാഞ്ഞാർ കൂവപ്പള്ളി ചക്കിക്കാവ് വാഗമൺ റോഡിന് വീതി കൂട്ടണമെന്ന ആവശ്യം ശക്തമാകുന്നു. കാഞ്ഞാർ കൂവപ്പള്ളി ഭാഗത്തെ റോഡരികെ സ്ഥിതി ചെയ്യുന്ന ഉപേക്ഷിക്കപ്പെട്ട പാറമട ഏറെ ഭീതി വിതയ്ക്കുന്നു. കുത്തനെയുള്ള ഇറക്കത്തിൽ സ്ഥിതി ചെയ്യുന്ന റോഡിന്റെ ഇരുവശത്തും 50 അടിയോളം താഴ്ചയുണ്ട്. റോഡരികിൽ ചെടികൾ വളർന്നു നിൽക്കുന്നതും റോഡിന്റെ വീതി കുറവും അപകട ഭീഷണി വർദ്ധിപ്പിക്കുന്നു.
ഇതിനോടകം വാഹനങ്ങൾ ഈ ഭാഗത്ത് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇരുമ്പുവേലി സ്ഥാപിച്ച് അപകട ഭീഷണി കുറയ്ക്കണമെന്ന ജനങ്ങളുടെ ആവശ്യം ശക്തമായി. കാഞ്ഞാർ കൂപ്പള്ളി റോഡ് വളരെ വീതി കുറഞ്ഞതും എന്നാൽ ധാരാളം വാഹനങ്ങൾ, നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്നതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണ്. ഈ വഴി വളരെ ഇടുക്കവും രണ്ട് വാഹനങ്ങൾക്ക് സൈഡ് കൊടുത്തു പോകാൻ കഴിയാത്തതായിട്ടുള്ള സാഹചര്യമാണുള്ളത്. അടിയന്തരമായി റോഡിന് വീതി കൂട്ടുകയും പാറമടകൾ ഉണ്ടാക്കിയ സ്ഥലങ്ങളിൽ അപകട സാധ്യത എപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ടും അവിടെ ഇരുമ്പ് കേഡർ വെച്ച് അവിടെ അത് സുരക്ഷിതമാക്കേണ്ടതും വളരെ ആവശ്യമാണ്. അടിയന്തരമായിട്ട് ഗവൺമെൻറ് ശ്രദ്ധയിൽ പെടുകയും ഈ ദേശത്തെ ജനങ്ങൾക്ക്, യാത്രക്കാർക്കും അപകടരഹിതമായി യാത്ര ചെയ്യുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നും ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനെ അറിയിക്കുകയാണ്. കാഞ്ഞാറ്, കൂവപ്പള്ളി, ചക്കിക്കാവ് ഭാഗത്തേക്കുള്ള കുട്ടികൾ യാത്ര ചെയ്ത് വിവിധ ബസ്സുകളിൽ യാത്ര ചെയ്യുകയും അതുപോലെ തന്നെ നടന്ന് സ്കൂളിലേക്ക് വരികയും ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പം വളരെയധികം ഭീകരത തോന്നിക്കുന്ന രീതിയിലുള്ളൊരു ഭാഗമാണ് കാഞ്ഞാറ്റിൽ നിന്നും കൂവപ്പള്ളിയിലേക്ക് പോകുന്നതിലുള്ള പാറമട ഭാഗം. ഏകദേശം ഒരു 40 അടിയോളം താഴ്ചയുള്ളതാണ്. അവിടെ നമ്മളൊരു അപകടം സംഭവിക്കുന്നത് കാത്തിരിക്കാതെ അതിന് മുമ്പായിട്ട് തന്നെ സുരക്ഷിത മേഖലയായിട്ട് ആ ഭാഗം തീർക്കേണ്ടതാണ്. ഒരു സ്കൂളിൻ്റെ പ്രഥമ അധ്യാപിക എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ് ഗവൺമെൻറ്റിനോട്. ഇതിനു മുമ്പ് ആ സ്ഥലത്ത് പല വാഹനങ്ങളും അപകടത്തിൽപ്പെട്ടിട്ടുള്ളതാണ്. അതിനാൽ എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകേണ്ടതാണ്. തൊടുപുഴ ഒളമറ്റം മടത്തിക്കണ്ടം നഴ്സറിയിൽ സ്വന്തം ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഷാംശങ്ങളൊന്നും ചേർക്കാത്ത മാമ്പഴങ്ങൾ കുറഞ്ഞ വിലയിൽ വിൽപ്പന തുടരുന്നു. മല്ലിക, നീലം, കാലാപ്പടി തുടങ്ങിയ ഇനത്തിൽപ്പെട്ട ഗുണമേന്മയുള്ള മാമ്പഴങ്ങളുടെ വിപുലമായ ശേഖരവും എത്തിച്ചേർന്നിട്ടുണ്ട്. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള മാമ്പഴങ്ങൾ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുക്കുന്ന മടത്തിക്കണ്ടം നഴ്സറി ഇതിനോടകം തന്നെ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. നെയ്ശ്ശേരി ഈസ്റ്റിലുള്ള 76-ാം നമ്പർ റേഷൻ കടയിലെ പുതിയ റേഷൻ കാർഡ് ജൂൺ 15-ന് വിതരണം ചെയ്യും. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 വരെ റേഷൻ കടയിൽ വെച്ചാണ് വിതരണം. നിലവിലുള്ള റേഷൻ കാർഡും കാർഡ് വാങ്ങുവാൻ വരുന്നവരുടെ തിരിച്ചറിയൽ രേഖയും കൊണ്ടുവരണം. APL വിഭാഗത്തിന് 100 രൂപയും BPL വിഭാഗത്തിന് 50 രൂപയുമാണ് കാർഡിന്റെ വിലയെന്ന് റേഷൻ ഡീലർ VP നാസർ അറിയിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തൊടുപുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ചുങ്കം സെന്റ് ജോസഫ് UP സ്കൂളിലെ കുട്ടികൾക്ക് ബാങ്ക് ഭരണസമിതി അംഗം KP ഹരീഷ് വൃക്ഷത്തൈ വിതരണം ചെയ്തു. ബാങ്ക് സെക്രട്ടറി PJ ജെയിംസ് സന്നിഹിതനായിരുന്നു. 16ാമത് ദേശീയ മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന കേരള മിനി ഹാൻഡ്ബോൾ ടീമിൽ അരവിന്ദ് ഹരിദാസും അഷ്ഫാഖ് അഹമ്മദും തിരഞ്ഞെടുക്കപ്പെട്ടു. കുമാരമംഗലം MKNM ഹയർ സെക്കൻഡറി സ്കൂൾ 6ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. ഈ മാസം 6 മുതൽ 9 വരെ ഹൈദരാബാദിലാണ് ദേശീയ മത്സരം. കുമാരമംഗലം പുളിക്കൽ ഹരിദാസിന്റെയും സുധയുടെയും മകനാണ് അരവിന്ദ്. പള്ളത്തുപറമ്പിൽ റഫീഖിന്റെയും അൻഷിതയുടെയും മകനാണ് അഷ്ഫാഖ്. സീനിയർ ജില്ലാ ടീം പരിശീലകൻ ആനന്ദ് TO ഇവരുടെ പരിശീലകൻ. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാത പള്ളിയിൽ ജൂൺ 13-ന് വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ തോമസ് തെരിയപ്പുറം അറിയിച്ചു. ചൊവ്വാഴ്ച വൈകുന്നേരം 6:30-ന് ലതീഞ്ഞ്, 6:45-ന് ഏഞ്ചൽ വോയിസ് ഡയറക്ടർ ഫാദർ കുര്യാക്കോസ് കച്ചനമറ്റം തിരുനാൾ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. തുടർന്ന് നൊവേന, പാച്ചോർ നേർച്ച എന്നിവയുണ്ടായിരിക്കും. എല്ലാ ചൊവ്വാഴ്ചകളിലും വിജ്ഞാനമാത പള്ളിയിൽ വൈകുന്നേരം 7-ന് വിശുദ്ധ കുർബാനയും വിശുദ്ധ അന്തോണീസിന്റെ നൊവേനയും ഉണ്ടായിരിക്കും. ഹാരിസിന് ഉൾപ്പെടെയുള്ള വൻകിടക്കാരുടെ ഭൂമി ഏറ്റെടുക്കാൻ നിയമനിർമ്മാണം വേണമെന്ന MG രാജമാണിക്യം റിപ്പോർട്ട് നിയമവകുപ്പ് തള്ളി.
രാജമാണിക്യം മുന്നോട്ട് വെച്ച ശുപാർശകൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും നിയമ സെക്രട്ടറി മുഖ്യമന്ത്രിയെ രേഖാമൂലം അറിയിച്ചു. കമ്പനികളുടെ കയ്യിലിരിക്കുന്ന ഭൂമി നിയമവിരുദ്ധമല്ലെന്നും കാലങ്ങളായി അവർ കൈവശം വെച്ചിരിക്കുന്നതുമാണെന്നുമാണ് നിയമവകുപ്പ് സെക്രട്ടറി BG ഹരീന്ദ്രനാഥ് തയ്യാറാക്കിയ സമാന്തര റിപ്പോർട്ടിൽ പറയുന്നത്. രാജമാണിക്യത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കൽ സാധ്യമല്ല. പകരം ഭൂമി ഏറ്റെടുക്കലിന് വ്യവസ്ഥകളും ചട്ടങ്ങളും തയ്യാറാക്കാൻ സ്പെഷ്യൽ ഓഫീസറെ ഉടൻ നിയോഗിക്കുമെന്നും നിയമവകുപ്പ് സെക്രട്ടറി വ്യക്തമാക്കി. ടാറ്റ, ഹാരിസൺ എന്നിവ അടക്കമുള്ള വിവിധ കമ്പനികളുടെ കൈവശമുള്ള 5.2 ലക്ഷം ഏക്കർ നിയമനിർമ്മാണത്തിലൂടെ ഏറ്റെടുക്കണമെന്നായിരുന്നു രാജമാണിക്യം ശുപാർശ ചെയ്തത്. ഇതിനായി നിയമനിർമ്മാണം നടത്തണമെന്നും രാജമാണിക്യം നിർദ്ദേശിച്ചിരുന്നു. വിദേശ നാണ്യ വിനിമയ നിയമം, കേരള ഭൂസംരക്ഷണ നിയമം, ഇന്ത്യൻ കമ്പനീസ് ആക്ട് തുടങ്ങിയവയെല്ലാം ലംഘിച്ചാണ് സർക്കാരിൽ നിക്ഷിപ്തമായ ഭൂമി വിദേശ കമ്പനികൾ കൈവശം വെച്ചിരിക്കുന്നതെന്നാണ് രാജമാണിക്യം റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഹാരിസൺ അടക്കമുള്ള കമ്പനികളുടെ കൈവശ ഭൂമി അനധികൃതമല്ലെന്നും പാട്ടക്കരാർ കഴിഞ്ഞത് മാത്രമാണെന്നും നിയമവകുപ്പ് പറയുന്നു. അതിനാൽ തന്നെ ഭൂമി ഏറ്റെടുക്കാനാവില്ല. ഏതൊക്കെ നിയമങ്ങളുടെ ലംഘനം ചൂണ്ടിക്കാട്ടിയാണോ നടപടി സ്വീകരിക്കാൻ രാജമാണിക്യം ആവശ്യപ്പെട്ടത് അവയെല്ലാം അതിന് അപര്യാപ്തമാണെന്നും നിയമ സെക്രട്ടറി പറയുന്നു. ഹാരിസണിന്റെ കുടിയാൻ വാദം തള്ളിയ ഹൈക്കോടതി ഭൂമി ഏറ്റെടുക്കണമെന്ന് 2013 ഉത്തരവിട്ടിരുന്നു. ടാറ്റയുടേത് അനധികൃത കയ്യേറ്റമാണെന്നത് കോടതി കണ്ടെത്തിയതിന് പിന്നാലെ 9 വിജിലൻസ് കേസുകളിൽ വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തു. തൊടുപുഴയിൽ നിന്നും 1 കിലോ കഞ്ചാവ് പിടികൂടി. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് കഞ്ചാവ് പിടികൂടിയത്. 4 പേർ പിടിയിൽ. ഇവരിൽ നിന്ന് മാരകായുധങ്ങളും പിടികൂടി. മേലുകാവ് മറ്റം സാജൻ സാമുവൽ, നെയ്യാറ്റിൻകര സഫർ, തൊടുപുഴ സ്വദേശികളായ മണക്കാട് സഞ്ജയ് സജീവ്, കോലാനി വിമൽ രാധാകൃഷ്ണൻ എന്നിവരെയാണ് കഞ്ചാവുമായി അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയത്. തൊടുപുഴ മുട്ടം റോഡിൽ മഹാത്മാഗാന്ധി കോളേജ് ക്യാമ്പസിന് എതിർവശത്തു നിന്നുമാണ് ഇവരെ കഞ്ചാവുമായി സ്ക്വാഡ് പിടികൂടിയത്. ഇവരിൽ നിന്നും 2 പിച്ചാത്തിയും 1 വാക്കത്തിയും കണ്ടെടുത്തു. 3500 രൂപയും ബൈക്കും പിടികൂടി. മുൻപും കഞ്ചാവ് കേസുകളിൽ പ്രതികളാണ് ഇവർ. തൊടുപുഴ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ കണ്ണികളാണ് പിടികൂടിയ പ്രതികൾ. എക്സൈസ് ഇൻസ്പെക്ടർ MS ജനീഷ്, പ്രിവന്റീവ് ഓഫീസർ സുഗു KV, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അരുൺ C, അനീഷ്, സിറാജ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ TD സജീവൻ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് റെയ്ഡിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, അടിമാലി. തൊടുപുഴ ഡയറ്റ് ലാബ് UP സ്കൂളിൽ PD ടീച്ചറുടെ താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ആളെ ആവശ്യമുണ്ട്. അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി വ്യാഴാഴ്ച 2 മണിക്ക് ഡയറ്റ് ഓഫീസിൽ ഹാജരാകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായി KK തോമസ് പ്രസിഡന്റ്, ജോബി മാത്യു സെക്രട്ടറി, വൈസ് പ്രസിഡന്റുമാരായി KK അജിത് കുമാർ, തോമസ് ജോസഫ്, ജോയിന്റ് സെക്രട്ടറിമാരായി MH നാസർ, ജോണി PV, ട്രഷററായി PM ജോർജ് എന്നിവരെ തെരഞ്ഞെടുത്തു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പെരിങ്ങാശ്ശേരി ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തൊടുപുഴ റൂറൽ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ടു. സർക്കാർ നടപ്പിലാക്കുന്ന ഹരിതം സഹകരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സംഘം വൃക്ഷത്തൈകൾ നട്ട് പരിപാലിക്കുന്നത്. തൊടുപുഴ താലൂക്ക് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ CC മോഹനൻ ഉദ്ഘാടനം ചെയ്തു. R സുരേഷ് അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥിനിയായ MV ദേവു പരിസ്ഥിതി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഈ വർഷം തന്നെ മറ്റ് സർക്കാർ സ്കൂളുകൾക്കും ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്യുമെന്ന് സംഘം വൈസ് പ്രസിഡന്റ് ജലജ ശശി, ഭരണസമിതി അംഗം CP കൃഷ്ണൻ എന്നിവർ പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ നീതു ബാബുരാജ്, റിജോ ജോസഫ്, KS രാജൻ, ഹെഡ്മിസ്റ്റസ് നൂർജഹാൻ, V ബീന, ഡോക്ടർ പ്രമോദ് ബാബു, ലാലു ലോറൻസ് തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമറ കൗതുകവുമായി 8 വയസ്സുകാരൻ. മനോഹര ദൃശ്യങ്ങൾ എവിടെ കണ്ടാലും ക്യാമറയിൽ പകർത്തുന്നത് ഇവന്റെ ഹോബിയാണ്. കൊരണ്ടിക്കാട് കാർമലഗിരി സ്കൂളിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ രോഹിത്താണ് മനോഹര ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തുന്നത്. തോക്കുപാറ സ്വദേശിയായ സതീഷ്, രഞ്ജിത ദമ്പതികളുടെ മൂത്ത മകനാണ് രോഹിത്. ക്യാമറയെയും ഫോട്ടോഗ്രാഫിയെയും ഏറെ സ്നേഹിക്കുന്ന കൊച്ചുമിടുക്കൻ. കഴിഞ്ഞ ദിവസത്തെ പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്താനാണ് രോഹിത് മൂന്നാറിലെത്തിയത്. സ്കൂൾ ദിവസമായിരുന്നുവെങ്കിലും ഒരു ദിവസം ക്ലാസ്സിന് അവധി നൽകി തന്റെ ഇഷ്ടത്തെ ഒപ്പം കൂട്ടി. ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറെ പോലെ ഓരോ ദൃശ്യങ്ങളും കിടന്നും ഇരുന്നും ചെരിഞ്ഞും ക്യാമറയിൽ പകർത്തുന്ന കൊച്ചുമിടുക്കനെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവർ അതിശയത്തോടെയാണ് വീക്ഷിച്ചത്. തനിക്ക് ഫോട്ടോഗ്രാഫിയാണ് ഏറെ ഇഷ്ടമെന്നും രോഹിത് പറയുന്നു. I am studying 4th standard. I am from Tokuvara. My school name is Karmalagiri CMA Public School. I like photographers. Wherever we go, I can take photos there. കുട്ടികളുടെ ഇഷ്ടങ്ങൾ മുളയിലെ തന്നെ ഇല്ലാതാക്കുന്ന മാതാപിതാക്കൾ കാണട്ടെ. ഈ കൊച്ചുമിടുക്കന്റെ താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന രോഹിത്തിന്റെ മാതാപിതാക്കളെ. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. ബിസിനസ് വാർത്തകൾ. ലൈവ് വയർ ഫോർ ലൈവ് കരിയേഴ്സ് ഫ്രാഞ്ചൈസി മൂവാറ്റുപുഴയിൽ പ്രവർത്തനം തുടങ്ങി. എൽദോ എബ്രഹാം MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചിന്തകൾക്കപ്പുറത്ത് വളർന്നുപോയ ഒരു കാലഘട്ടമാണ് ലോകത്തെമ്പാടും.
ആ വളർച്ചയ്ക്കൊപ്പം കേരളവും മുന്നേറുന്നതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരുപാട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ പ്രമുഖ രാജ്യങ്ങൾക്കൊപ്പം നമ്മുടെ രാജ്യത്തിന് ഇപ്പോഴും എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ചില മേഖലകളിലെല്ലാം നമ്മുടെ രാജ്യം വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ നേട്ടങ്ങൾ കൈവരിച്ചതിന് പിന്നിൽ മലയാളികളുടെ കരുത്തുണ്ട്, മലയാളികളുടെ ബ്രെയിൻ വർക്കുണ്ട്, ബ്രൈറ്റായിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ. അവരുടെ മികവ് കൂടിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ യഥാർത്ഥത്തിൽ ലോകഭൂപടത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ എത്തിച്ചതിൽ മലയാളികൾ വഹിച്ച പങ്ക് ചെറുതല്ല എന്നുള്ളത് എനിക്ക് നിങ്ങൾക്കുമൊക്കെ ഓർമ്മയുള്ളൊരു കാര്യമാണ്. ഇങ്ങനൊരു സംരംഭം ഇന്നിവിടെ തുടക്കം കുറിക്കുമ്പോൾ അത് നമ്മുടെ പ്രദേശത്ത്, മൂവാറ്റുപുഴ പ്രദേശത്തിൻ്റെ ഒരു ഐശ്വര്യമാണ്. മൂവാറ്റുപുഴയുടെ നിറദീപമായി നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാപനം മാറട്ടെ എന്ന അവസരം. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ മഹേഷ് കുമാർ, മൂവാറ്റുപുഴ മുനിസിപ്പൽ കൗൺസിലർ KJ സേവ്യർ, ലൈവ് വയർ വൈസ് പ്രസിഡന്റ് PT രഞ്ജിത്ത്, ബിസിനസ് ഹെഡ് വിജേഷ് M നായർ, കാർഡ്സ് പ്രസിഡന്റ് ആന്റണി കണ്ടിരിക്കൽ, സെന്റർ ഹെഡ് ബിനോൾ ജോർജ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മൂവാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ബിസ്മി അപ്ലയൻസിന് എതിർവശം കോളേജ് റോഡിലാണ് ലൈവ് വയർ ഫ്രാഞ്ചൈസി പ്രവർത്തിക്കുന്നത്. IT ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ഇലക്ട്രോണിക് ഡിസൈൻ ഓട്ടോമേഷൻ, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ തുടങ്ങിയ കോഴ്സുകളുണ്ട്. ഉദ്ഘാടനം പ്രമാണിച്ച് ജൂൺ 20 വരെ എല്ലാ കോഴ്സുകൾക്കും 30% ഫീസ് ഇളവ് ലഭ്യമാണ്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ മഹേഷ് കുമാർ, മൂവാറ്റുപുഴ മുനിസിപ്പൽ കൗൺസിലർ KJ സേവ്യർ, ലൈവ് വയർ വൈസ് പ്രസിഡന്റ് PT രഞ്ജിത്ത്, ബിസിനസ് ഹെഡ് വിജേഷ് M നായർ, കാർഡ്സ് പ്രസിഡന്റ് ആന്റണി കണ്ടിരിക്കൽ, സെന്റർ ഹെഡ് ബിനോൾ ജോർജ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മൂവാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ബിസ്മി അപ്ലയൻസിന് എതിർവശം കോളേജ് റോഡിലാണ് ലൈവ് വയർ ഫ്രാഞ്ചൈസി പ്രവർത്തിക്കുന്നത്. IT ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ഇലക്ട്രോണിക് ഡിസൈൻ ഓട്ടോമേഷൻ, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ തുടങ്ങിയ കോഴ്സുകളുണ്ട്. ഉദ്ഘാടനം പ്രമാണിച്ച് ജൂൺ 20 വരെ എല്ലാ കോഴ്സുകൾക്കും 30% ഫീസ് ഇളവ് ലഭ്യമാണ്. ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ സഞ്ചരിക്കുന്ന സ്വർണ്ണാഭരണശാല തൊടുപുഴയിലെത്തി. മുനിസിപ്പൽ മൈതാനിയിൽ 15 ദിവസത്തേക്ക് സഞ്ചരിക്കുന്ന സ്വർണ്ണാഭരണശാല പ്രവർത്തിക്കും. മുനിസിപ്പൽ ചെയർപേഴ്സൺ സഫിയ ജബ്ബാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാരണം പല പട്ടണങ്ങളിലും ഒരു വിസിറ്റ് നടത്തി. ഇവിടെ വന്ന് ഇവിടെയുള്ള പ്രമുഖ കടക്കാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ തൊടുപുഴ വികസനത്തിൻ്റെ പാതയിലാണെന്നും അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു സപ്പോർട്ടും സഹകരണമൊക്കെ തൊടുപുഴ നഗരസഭയിൽ ഉണ്ടാവുമെന്ന് അറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്താൻ സാധിച്ചത്. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ പുതിയൊരു സംരംഭമാണ് ഒരു മൊബൈൽ ജ്വല്ലറി. ബോബി ആൻഡ് മറഡോണ പറക്കൻ ജ്വല്ലറി എന്നുള്ള ഈ ഒരു സംരംഭം ഇപ്പോൾ തൊടുപുഴയിൽ എത്തിയിരിക്കുകയാണ്. വളരെ ഒരു സന്തോഷം. ഇരുകൈ നീട്ടി ഞങ്ങൾ തൊടുപുഴക്കാർ സ്വീകരിച്ചിരിക്കുകയായിരുന്നു.
അപ്പോൾ ഞങ്ങൾ ഇന്ന് മുതൽ 20-ാം തീയതി വരെയാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്കൊരു അതിനൂതനമായ ഡയമണ്ട് കളക്ഷൻസിൻ്റെ എക്സിബിഷനും കം സെയിലായിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംരംഭം ഈ തൊടുപുഴയിലെ എല്ലാ ആളുകളും വന്ന് കാണുക. നമ്മുടെ പർച്ചേസിൻ്റെ പുതിയൊരു രീതി നിങ്ങൾക്ക് എല്ലാവരും അനുഭവിച്ചറിയാനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. മാത്രമല്ല ഇവിടെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ബോബി ചെമ്മണ്ണൂരിൻ്റെ വകയായിട്ട് ഒരു മറഡോണ ഗോൾഡ് പാർട്ണർ കാർഡ് തികച്ചും സൗജന്യമായി കൊടുക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് അനേകം സമ്മാനങ്ങളും അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട്. അപ്പോൾ തൊടുപുഴയിലെ എല്ലാവർക്കും ഇങ്ങോട്ട് വരാം. ഇന്നത്തെ ചിന്താവിഷയം പൗലോസ് പാറേക്കറി അച്ഛന്റെ ചിന്തകൾ ശ്രവിക്കുക. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയരെ, ഒരു യഥാർത്ഥ ശിഷ്യൻ്റെ ജീവിതത്തിൽ 2 ഉത്തരങ്ങളുണ്ടായിരിക്കണം. ഒന്ന് ഇല്ല എന്നും മറ്റൊന്ന് ഉവ്വ് എന്നും ആയിരിക്കണം. കർത്തൃശിഷ്യരായ ആളുകളാണ് ശിഷ്യനെന്ന് ഇവിടെ ലക്ഷ്യമിടുന്നത്. ഇല്ല എന്ന് തീർത്തും ഉത്തരം പറയേണ്ട ചില സംഗതികളുണ്ട് ഏതൊരാളുടെയും ജീവിതത്തിൽ. സ്വാർത്ഥതയോട് ഇല്ല എന്ന് തീർത്ത് പറയണം. അഹങ്കാരത്തോട് ഇല്ല എന്ന് തീർത്ത് പറയണം. ഞാനെന്ന ഭാവത്തോട് ഇല്ല എന്ന് തീർത്ത് പറയണം. നമ്മയൊക്കെ പലപ്പോഴും ഭരിക്കുന്ന 3 തെറ്റായ വികാരങ്ങളാണ് ഞാൻ, എൻ്റെ, എനിക്ക്. ഈ 3നോടും ഇല്ല, നോ എന്ന് പറയാൻ പഠിക്കണം. അപ്പോൾ ഉവ്വ്, യെസ് എന്ന് എവിടെയാണ് പറയേണ്ടത്? ദൈവത്തോട് പറയണം. യെസ്, ഉവ്വ്. അവിടുന്ന് കൽപ്പിക്കുന്നത് പോലെ, അവിടുന്ന് തീരുമാനിക്കുന്നത് പോലെ, അവിടുന്ന് പറയുന്നത് പോലെ, അവിടുത്തെ ഇഷ്ടം പോലെ. യെസ്, അതാണ് ശരിയായ ഉത്തമ ശിഷ്യത്വം. ദൈവത്തോട് എല്ലാറ്റിനും യെസ് പറയുക, സ്വയത്തോട് എല്ലാറ്റിനും നോ പറയുക. നമ്മൾ ജീവിതത്തിൽ ഇതുവരെ ഉത്തമ ശിഷ്യരായി തീർന്നിട്ടുണ്ടോ? നമ്മളെപ്പോഴും നേരെ തിരിച്ചല്ലേ? ദൈവത്തോട് എപ്പോഴും നോ പറയുക. തൻ്റെ വേലയ്ക്ക് വിളിക്കുമ്പോൾ നോ, സഹിക്കണമെന്ന് പറയുമ്പോൾ നോ, ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ നോ, ശത്രുവിനെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ നോ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ നോ. ദൈവത്തോട് നിരന്തരം നോ പറയുന്ന നമ്മോട് എന്താ പറയുന്നത്? എല്ലാം എൻ്റേതാണ്. യെസ്, ഞാനാണ് വലിയ ആൾ. യെസ്, എൻ്റേതാണ് എല്ലാം. യെസ്, ഞാനാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത്. യെസ്. തിരിച്ച് ചിന്തിക്കണം. ജീവിതശൈലി മാറണം. ഈ ധ്യാനം നമ്മെ അതിന് സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ചരമവാർത്തകൾ. മൂവാറ്റുപുഴ രണ്ടറകര കോട്ടക്കുന്നേൽ പരേതനായ മൈദീന്റെ ഭാര്യ ആമിന നിര്യാതയായി. 95 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. മക്കൾ ഫാത്തിമ, നാച്ചി, KM പരീത്, ഇന്ദിരാഗാന്ധി ലാഹിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ, എറണാകുളം DCC വൈസ് പ്രസിഡന്റ്, കേരള സ്വാശ്രയ ദന്തൽ കോളേജ് അസോസിയേഷൻ പ്രസിഡന്റ്, നബീസ, KM മൂസ, അൽ-നസർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ, കേരള സ്വാശ്രയ മെഡിക്കൽ കോളേജ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ്, സുഹറ, സൈനബ. മരുമക്കൾ കൊച്ചു മുഹമ്മദ് പാറോലിൽ, മൈദീൻ വേങ്ങച്ചുവട്, പരേതനായ അബി അലിയാർ കുറുമാട്ടുകുടിയിൽ, BO സിദ്ദിഖ്, VS ടീംബേഴ്സ്, നബീസ നൈമക്കുടിയിൽ, കോതമംഗലം, രജീന മറ്റക്കൊമ്പിനാൽ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2765 രൂപ, വെള്ളി ഗ്രാമിന് 43 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 121 രൂപ, RSS 5 കിലോഗ്രാമിന് 117 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSUവിന്റെ നേതൃത്വത്തിൽ KSRTC സ്റ്റേഷൻ മാസ്റ്ററി ഉപരോധിച്ചു. തൊടുപുഴ KSRTC സ്റ്റേഷൻ മാസ്റ്ററിയാണ് ഉപരോധിച്ചത്. ആർദ്ര കേരളം ഹെൽപ്പ് സെന്റർ പ്രവർത്തനം തുടങ്ങി. തൊടുപുഴ പ്രതീക്ഷ ഭവൻ സ്പെഷ്യൽ സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ച ഹെൽപ്പ് സെന്ററിന്റെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു. വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളതെന്ന് കാണിച്ച് റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മാത്യു കുഴൽനാടൻ നൽകിയ പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ നടപടി. ഓപ്പറേഷൻ ഒളിമ്പിയ പദ്ധതിയുടെ സെലക്ഷനും സംസ്ഥാന മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പും ഇടുക്കി ജില്ലയിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ നഗരസഭ മുൻ കൗൺസിലർ റോളി സെബാസ്റ്റ്യന്റെ അപകടത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്ന് BJP വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.